ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖം തന്നെയല്ലേ? അപ്പം ഞാനിന്നും നിങ്ങളുടെ മുമ്പിൽ ചെറിയൊരു വ്ലോഗായിട്ട് തന്നെ വന്നിട്ടുള്ളത്. തുടങ്ങാമല്ലോ. അപ്പം വീഡിയോയിലൊക്കെ കിടക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നമ്മളെ 4-ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് 5-ാമത്തെ നോമ്പിലേക്ക് നമ്മൾ കടന്നല്ലേ. ഓരോ ദിവസം സ്പീഡായിട്ടാണ് നോമ്പൊക്കെ പോകുന്നത്. അപ്പോൾ ഞാൻ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് നമ്മളെ ചെമ്മീൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മസാല തയ്യാറാക്കുകയാണ്. അപ്പോൾ അതിന് ചെറുതായിട്ട് ഉള്ളിയൊക്കെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതും പച്ചമുളകും ഒക്കെ ഇട്ടിട്ടാണ് ഇന്ന് ചെമ്മീൻ മസാല കൊണ്ടൊരു റോൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ചിക്കൻ റോൾ എന്നൊക്കെ പറയുന്ന പോലെ ചെമ്മീൻ റോള് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ നോമ്പ് തുറ സ്പെഷ്യൽ അതായിരുന്നു, 4-ാമത്തെ നോമ്പിൽ. അപ്പം അത് ഞാൻ തയ്യാറാക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മസാല തയ്യാറാക്കട്ടെ. പച്ചമുളക് ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ച് അതിലേക്ക് ചേർക്കുന്നുണ്ട്. വേറെ എന്തൊക്കെയുണ്ട് വിശേഷം ഫ്രണ്ട്സ്? എല്ലാവരും സുഖമായിരിക്കുന്നോ? ചെമ്മീൻ ഉപ്പും മഞ്ഞളും മുളക് പൊടി ഇട്ടിട്ട് കുറച്ച് നേരം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്തിട്ട് കുറച്ച് മഞ്ഞൾ, പിന്നെ കുരുമുളക് പൊടി, എന്താ പറയുക, മല്ലിപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് മസാല നല്ലോണം വഴറ്റി നമുക്ക് എടുക്കാം. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വറ്റിച്ചെടുക്കണം. എന്നാലാണ് മസാല, നമ്മളെ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തതുകൊണ്ടല്ലോ, അപ്പോൾ അതെല്ലാം ഒന്ന് വെന്ത് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഏകദേശം നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് മല്ലി ഇലയും കൂടി ചേർത്ത് വാങ്ങി വെക്കാം. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അത് മസാല തയ്യാറാക്കിയതിന് ശേഷം ബീഫ് കറി ഉണ്ടാക്കണമായിരുന്നു. രാത്രിയേക്കുള്ള ഫുഡിൻ്റെ മുത്തായത്തിൻ്റെ നെയ്ച്ചോറും ബീഫും ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് കറി നേരത്തെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ബീഫ് കറിക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഇതാക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ സാധനം കൊണ്ടുവന്നു, പാലും പഴവും ഇതൊക്കെ കൊണ്ടുവന്നപ്പോൾ മുട്ടയൊക്കെ കൊണ്ടുവന്ന് അതെല്ലാം എടുത്ത് വെച്ചു. അതിൻ്റെ ഇടയിൽ കുക്കർ വെച്ചിട്ട് കറി വെക്കാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് വഴറ്റിയെടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ്. ചെമ്മീൻ റോള്, പിന്നെ പരിപ്പ് വട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, അതുകൊണ്ട് പിന്നെ പഴം നിറച്ചത്. അപ്പോൾ ഇത് മൂന്നൊക്കെയാണ് നമ്മളെ ഇന്നത്തെ നോമ്പ് തുറ വിശേഷങ്ങൾ. അതിൻ്റെ ഇടയിൽ ബീഫ് കറി, നെയ്ച്ചോറ്, ഇതൊക്കെ ഞാൻ ഇടയിൽ എല്ലാം തയ്യാറാക്കുന്നുണ്ട്. രാത്രി നിസ്കാരം ഇതെല്ലാം ആകുമ്പം ഭയങ്കര ക്ഷീണം, നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം പിടിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ പെട്ടെന്ന് എല്ലാം തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നോമ്പ് തുറക്കുമ്പോഴേക്ക് ഫുള്ള് പണി തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാൻ പറ്റും. അപ്പം അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബീഫ് കറിയിലേക്ക് ബീഫ് ഇട്ടിട്ടുണ്ട്. മസാല ഉള്ളി വഴന്നപ്പം ബീഫിട്ട് അതിലേക്ക് മല്ലിപ്പൊടിയും പിന്നെ വേറെ കുറേ ഇൻഗ്രീഡിയൻസൊന്നും ഞാൻ ചേർക്കുന്നില്ല. മല്ലിപ്പൊടി കുറച്ച്, 1 സ്പൂണ് മസാലപ്പൊടി, പിന്നെ ഞാൻ മുളക് പൊടിക്ക് പകരം വെറും കുരുമുളക് പൊടിയാണ് ഉപയോഗിച്ചത്. അതിൽ മഞ്ഞളും ഇതൊക്കെ ചേർത്ത് നല്ലോണം വഴറ്റി, പൊടികളിട്ടിട്ട് വഴറ്റിയെടുക്കുന്ന എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട്. ചിലരൊക്കെ വേറെ തന്നെ പൊടികളൊന്ന് വറുത്തെടുക്കും എന്നിട്ട് ഇതിൽ ചേർക്കാൻ. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് പണി കഴിയും, അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ഇതൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ച്. ഇതൊക്കെ പ്ലേറ്റും ഇങ്ങനെ എടുക്കുന്നതിന് എടുത്ത് കഴുകി വെച്ച് കഴിഞ്ഞാൽ പണി പെട്ടെന്ന് കഴിയുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അടുത്തത് ഉള്ളി കട്ട് ചെയ്തിട്ട്
ഇത് പരിപ്പ് വട ഉണ്ടാക്കേണ്ട ഉള്ളി കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഉള്ളിയും പച്ചമുളകും കട്ട് ചെയ്തിട്ട് ബാക്കിയൊക്കെ പരിപ്പിലിട്ട് ചതുക്കുകയാണ് ചെയ്യുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളക് ഇടുന്നുണ്ട്, ചെറിയ ജീരകം, ഉപ്പ്, ഇത് 3ഉം കൂടി ചതച്ചിട്ട് വരാം. ഇതിൽ മിക്സിയിലൊന്ന് ഫ്രഷാക്കിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് ചെയ്തിട്ട് അതിലേക്ക് ഈ ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കുറച്ച് മഞ്ഞൾ ചേർക്കുന്നത്, പിന്നെ കായപ്പൊടി ഇടാൻ മറന്നുപോയി. അപ്പോൾ അതും കായപ്പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാം കൂടി ഇട്ട് നല്ലോണം യോജിപ്പിച്ചിട്ട് അതവിടെ എടുത്തു വെക്കട്ടെ. അതിനുശേഷം ഞാൻ പഴം നിറക്കാൻ വേണ്ടിയിട്ട് ഇത് കടലപ്പരിപ്പ് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഒരു നുള്ള് ഉപ്പ് ഇടുന്നുണ്ട്. പിന്നെ ഇത് നല്ലവണ്ണം വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേറെ പണിയിലേക്ക് പോയപ്പോൾ നമ്മളെ പരിപ്പ് കുറച്ച് വറ്റി കരിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. അത് ഞാൻ പെട്ടെന്ന് എടുത്തു. അപ്പോൾ അതിൻ്റെ പണ്ടം, പഴം നിറക്കുന്നതിൻ്റെ പണ്ടം എന്ന് പറയും നമ്മൾ, അത് തേങ്ങാപ്പണ്ടം റെഡിയാക്കട്ടെ. തേങ്ങയും കടലപ്പരിപ്പും പഞ്ചസാരയും ഏലക്കാപ്പൊടിയും ഇട്ടിട്ടാണ്. പിന്നെ ലാസ്റ്റ് കുറച്ച് പശു നെയ്യ് ചേർക്കും. ഇതിപ്പോൾ ഇതിലേക്ക് ഒരു നുള്ള് ഒരു ബാലൻസ്, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ള് ഉപ്പിടുന്നുണ്ട്. പിന്നെ വെള്ളം കുറച്ച് ചേർത്തിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കണം. ഇതാണ് തേങ്ങ നമ്മളെ പഴം നിറക്കുന്നതിൻ്റെ ഇത്. തേങ്ങാപ്പണ്ടം തയ്യാറാക്കുന്നത് ഇങ്ങനെയാണ്. ഇത് നല്ലോണം വറ്റി വരുമ്പോഴാണ് പശു നെയ്യ് ചേർക്കുന്നത്. അപ്പോൾ അത് അവിടെ നിന്ന് തിളച്ച് വറ്റി വരണം. അപ്പോഴേക്കും ഞാൻ മറ്റുള്ള ജോലിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ ഇത് നല്ലോണം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പശു നെയ്യും കൂടി ചേർത്ത് ഇങ്ങനെ മെല്ലെ നല്ല രുചിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മളെ ഇത് തേങ്ങാപ്പണ്ടം തയ്യാറായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നമ്മളെ സമൂസ അല്ല, സോറി, മറ്റേ ചെമ്മീൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടി ഇത് ചെമ്മീൻ റോള് തയ്യാറാക്കുന്നതാണ്. അപ്പോൾ ഈ ചെമ്മീൻ റോളിൻ്റെ ഷീറ്റ് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയതാണ്. ഇത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. മറ്റേ ഷീറ്റ് അത്ര താല്പര്യമില്ല, കാരണം അത് എണ്ണ കുടിക്കുന്ന പോലെ ഉണ്ടാവും നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല കുഴപ്പമില്ല. ഇത് നമ്മളെ മൈദപ്പൊടി കുഴച്ചിട്ട് ഉപ്പും കൂട്ടി കുഴച്ചിട്ട്, വേറെ ബട്ടറും ഇതൊന്നും ഇട്ടിട്ടില്ല, വെറുതെ സാധാ കുഴച്ചെടുത്ത് എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല. എന്നിട്ട് ഇത് പരത്തിയെടുത്തിട്ട് പരത്തിയെടുത്തിട്ട് നമ്മളെ ചപ്പാത്തിൻ്റെ ഇതിൽ ഓട്ടിലിട്ട് വാട്ടിയെടുത്തു ചെറുതായിട്ട്. അപ്പോൾ നന്നായിട്ടുണ്ട് ഇങ്ങനെ ആക്കിയിട്ട്. അപ്പോൾ നമുക്ക് ചെമ്മീൻ റോളെല്ലാം ഇങ്ങനെ ആക്കുമ്പം ഇതൊക്കെയാണ് നല്ലത്. മറ്റേത് നമ്മൾ ചിക്കൻ റോളിൻ്റെ എല്ലാം ഷീറ്റ് വാങ്ങിച്ച് കഴിഞ്ഞാൽ എണ്ണ നല്ലോണം കുടിക്കുന്നതാണ്. ഇതിപ്പോൾ നല്ല ഇത് റെഡിയാക്കാനൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട്, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ചെമ്മീൻ റോളിവിടെ ശരിയായിട്ടുണ്ട്, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് പൊരിച്ചെടുത്തിട്ട് വരാം. അതിൻ്റെ ഇടയിൽ നമ്മളെ പഴം ഒന്ന് റെഡിയാക്കാനുണ്ട്. പഴം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനൊന്ന് നറുക്കുന്നതിന് മുമ്പ് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്, എന്നിട്ട് അതിൽ നറുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ തേങ്ങാപ്പണ്ടം പഴത്തിൽ നിറച്ചിട്ട് പിന്നെ മൈദ പേസ്റ്റ് പോലെ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ ഒട്ടിച്ചിട്ട് വേണം എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാൻ. അപ്പോൾ അത് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടല്ല. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് കഴിയും. ഇത് നല്ലോണം തിളച്ച എണ്ണയിൽ നമ്മളെ പഴം ഇങ്ങനെ ഇതാക്കിയെടുക്കുക, നല്ലോണം പൊരിച്ചെടുക്കുക. ഉള്ളു വേവണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നോക്കി ഉള്ളു നല്ല വെന്ത് വരണം. അപ്പോൾ അത് അങ്ങനെ നമ്മളെ പഴം അങ്ങനെ റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് പണ്ടം നിറക്കുകയാണ് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കഴിയും. അപ്പോൾ അത് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് നിറക്കുന്നതെന്ന്. അപ്പോൾ നമ്മളെ പഴം ഇങ്ങനെ ഏകദേശം
വെന്ത് വരാനായിട്ടുണ്ട്. അപ്പം ഇത് ആയതിനു ശേഷം കുറച്ച് തണുക്കാൻ വെക്കണം കേട്ടോ, എന്നാലേ നമുക്കിത് തേങ്ങാപ്പണ്ട് ഇതിലേക്ക് നിറക്കാൻ പറ്റും. അപ്പം ഞാനിത് പഴം പൊരിച്ചെടുത്ത് വെച്ചിട്ട് കുറച്ചൊരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിത് പഴം നിറച്ചത് ശരിയാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിതൊക്കെ സമൂസയല്ല, ചെമ്മീൻ റോളും പരിപ്പ് വടയൊക്കെ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെമ്മീൻ റോള് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് പൊരിച്ചെടുത്തിട്ട് വേണം പരിപ്പ് വടയും കൂടി ആക്കി പിന്നെ നമ്മളെ പഴം നിറച്ചത് റെഡിയാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മളെ നോമ്പുറ സ്പെഷ്യലൊക്കെ റെഡിയായി. ഓരോ ദിവസവും കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കടികൾ നമ്മൾ നെയ്യിൽ പൊരിച്ചത് വേണം. അപ്പോൾ അത് എന്തുണ്ടാക്കും എന്നുള്ളൊരു ചിന്താഗതിയാണ് അവർക്ക്. സ്പെഷ്യലായിട്ട് എന്തൊക്കെ വേണം. അപ്പോൾ ഞാനിത് പഴം നിറക്കുന്നത് ഇങ്ങനെയാണ്. നമ്മളെ ചെമ്മീൻ റോൾ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. അതിനിടയിൽ ഞാൻ നെയ്ച്ചോറ് വെക്കാൻ നിന്നിട്ട് രാത്രിത്തെ. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. അത് പിന്നെ ഞാൻ നോക്കിയിട്ടില്ല, വീഡിയോ എടുക്കാനും വിട്ടുപോയി. ഇതിൽ പഴം നിറക്കുന്നതിൻ്റെ തിരക്കിലായി. അപ്പോൾ അത് ഫുള്ള് വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ പഴമൊക്കെ നിറച്ച് കഴിഞ്ഞ് ഇതിങ്ങനെ നിറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പണി തീർന്നു. മറ്റേത് നമ്മൾ മൈദ പേസ്റ്റ് ഒട്ടിച്ച് അത് എണ്ണയിലിട്ട് പൊരിക്കുമ്പോൾ ഇങ്ങനെ മുക്കിയെടുക്കുമ്പോൾ കൈ തട്ടുമോ എന്നുള്ള പേടിയുണ്ടാവും. ഇത് പിന്നെ അതൊന്നുമില്ല, അങ്ങനെ പെട്ടെന്ന് നമുക്കിങ്ങനെ പണി തീരും. ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ നോമ്പുറ സ്പെഷ്യൽ. എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറക്കല്ലേ. ആദ്യമായിട്ട് ചെയ്യുന്ന ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ഇന്നത്തെ നോമ്പുറ സ്പെഷ്യൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാവരും റമദാൻ മാസം നോമ്പും എല്ലാവർക്കും നല്ല നിലയിൽ നോമ്പൊക്കെ എടുക്കാനും ഒക്കെ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിന്ന് നിർത്തുകയാണ്. ഓക്കേ, ബായ്, അസ്സലാമു അലൈക്കും.